പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും വളരെ ഭാരമേറിയ വിഷയങ്ങളുമായി നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ നാം പലപ്പോഴും ആഗ്രഹിക്കുക ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ നമ്മൾക്ക് വേണം. ഇതിൽ നിന്നെല്ലാം കർത്താവെ ഒരു സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദൈവമക്കളെ, നമ്മളുടെ വിശ്വാസം ആഴമാകുന്നുവെങ്കിൽ അതിൻ്റെ മേൽ ജയം ദൈവം നമുക്ക് നൽകി തരും. നമുക്ക് വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. ആമേൻ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ, അവൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. പലപ്പോഴും ഇരുൾ നമ്മളെ മൂടിക്കളയുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിത്തീരുമെന്നുള്ള ഭാരവും അനേക വിഷയങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതയാത്രയിൽ ഒരു ഹല്ലേലൂയ വഴിയും തുറക്കാതെ ഒതുക്കപ്പെട്ടു പോകുമ്പോൾ ഇരുളിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇരുൾ നിറഞ്ഞ ഒരു ജീവിതമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവിടെ എന്താ, ആ റൂമിനകത്ത് എന്തൊക്കെയുണ്ട്, അത് എന്താണ് അവിടെ ഹല്ലേലൂയ, അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്താവശ്യത്തോടെ ആ റൂമിലോട്ട് കയറുന്നോ അത് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. എടുക്കണമെങ്കിൽ പ്രകാശം വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞ അനുഭവമാണെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ പ്രകാശം വരുമ്പോൾ നാം പലതും കണ്ടു തുടങ്ങും. അല്ലെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ എന്താഗ്രഹത്തോടെ ആ റൂമിലേക്ക് വരുന്നോ ആ റൂമിൽ പ്രകാശം നിറയപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് കാര്യത്തോടെ, എന്തിനു വേണ്ടി നമ്മൾ ആ റൂമിൽ കടക്കുന്നോ ആ വിഷയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെയാണ് ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ പല വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നു വരും. ഇന്ന് പകൽക്കാലം ദൈവൈതലേ, സ്വർഗം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മളിലേക്ക് വരുമ്പോൾ, അതെൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഭവനം പ്രകാശം കൊണ്ട് നിറയും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ പ്രകാശം ഞങ്ങളിലേക്കൊന്ന് പകരണമേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളിലേക്കൊന്ന് പകരണമേ, ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ അനുഭവിക്കുന്ന വേദനയിൽ, നമ്മൾ അനുഭവിക്കുന്ന ഭാരത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കടന്നു പോകുന്ന വിഷയങ്ങളുടെ മേൽ എനിക്കൊരു വിടുതൽ തരണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം ആഴമായി അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ പകരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ, നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിൻ്റെ സാന്നിധ്യം ആഴമായി അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കൂടെ ഇരിക്കണമേ, ദൈവത്തിൻ്റെ ശക്തി കൂടെ ഇരിക്കണമേ, ആ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.